ഹായ്, ഞാൻ കുറച്ച് നാളായിട്ട് ന്യൂ മോം ടിപ്സ് ഒരു പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഒരു 2-3 പ്രാവശ്യം എടുത്തു. പക്ഷേ സൗണ്ടിൻ്റെ പ്രോബ്ലം കൊണ്ട് റീടേക്ക് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും കറക്റ്റ് ആവണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു റോബോസിൻ്റെ വിയറബിൾ ഇലക്ട്രിക് പമ്പ് അതിൻ്റെ റിവ്യൂ ആണ് മെയിനായിട്ടുള്ളത്. റിവ്യൂ അതിന് എങ്ങനെ യൂസ് ചെയ്യണമെന്നും എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തൊക്കെ കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ഒരു 8 മന്ത് വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഒരു സാധനമാണ്. സോ ക്ലിയർ ആയിട്ട് എനിക്കിത് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഈ ഒരു മാനുവൽ പമ്പ് ലവ് ലാപ്പിൻ്റെയാണ് വാങ്ങിച്ചിരുന്നത്. മാനുവൽ പമ്പിൽ വേറെ ബാക്കി സാധനമൊക്കെ എവിടെയിടാ? കാക്കയോ? ലവ് ലാപ്പിൻ്റെ ഈ ഒരു മാനുവൽ പമ്പ് ഇങ്ങനെ പമ്പ് എന്നറിയില്ല. ഇവിടെ ഒരു ബ്രസ്റ്റ് ഷീൽഡ് വരും. അത് ഈ ആശാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരാൾ ഉള്ളത് ഇവന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് പമ്പ് വാങ്ങിച്ചത്. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബ്രസ്റ്റ് ഷീൽഡ് വരും ഇങ്ങനെ ഇതായിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പമ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. മറ്റേ ഇലക്ട്രിക് പമ്പ് പോലെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കേഷണലി മാത്രം യൂസ് ചെയ്താൽ മതിയെങ്കിൽ ഈ ഒരു മാനുവൽ പമ്പ് വാങ്ങിച്ചാൽ മതി. പിന്നെ ഈ ചില സമയത്ത് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പം ഇവിടെ വെച്ച് പ്രഷർ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ നേരെ പാല് പമ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയേ. ഇത് വെച്ചോ. അതാണ്. അങ്ങോട്ട് പോയി നിൽക്കോ പോ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് കൈയും വേദന എടുക്കും. ഒരു പ്രഷർ കുറഞ്ഞു പോണത് കൊണ്ട് വിട്ടുപോകും. നേരെ പമ്പ് ചെയ്ത് കിട്ടൂല. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഇലക്ട്രിക് പമ്പ് വാങ്ങിച്ചത്. ഇതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അതെല്ലാം പോണം. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് എന്തായാലും ഉപയോഗം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ 3-ാമത്തെ പ്രാവശ്യം എടുക്കുന്നത്. വിയറബിൾ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് റോബോസൺ ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആൻഡ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഞാൻ ക്ലീനായിട്ട് വച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എല്ലാവരും വാങ്ങണമെന്നുള്ളതിന് എല്ലാവരും വാങ്ങേണ്ട. ഇപ്പം ഡെലിവറിക്ക് മുമ്പ് ഇതൊന്നും വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഡെലിവറിക്ക് ശേഷം നമുക്ക് പമ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ മാത്രം, കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരണമെങ്കിൽ മാത്രമേ ഇലക്ട്രിക് പമ്പ് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ മാനുവൽ വാങ്ങിച്ചു വെച്ചാലും മതി. ഓക്കെ. അപ്പോൾ മോട്ടോർ എടുത്തിട്ടോ. മോട്ടോർ ഇത് അവിടെ ഇരിക്കണം. നീ കൊണ്ടുവച്ചില്ലേ? കൊണ്ടുവച്ച് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഉറങ്ങുന്നില്ല. ഇതിൽ എന്തൊക്കെ പാർട്സാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അട്ടയൊന്നും ഇതിലില്ല. ആദ്യമായിട്ട് ഈ ഒരു കളക്ടർ കപ്പ് പാല് കളക്ട് ചെയ്തെടുക്കുന്നത് ഇതിലാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു സാധനം ഇതിൻ്റെ മോട്ടറാണ്. മോട്ടർ ഇത് ടച്ച് ടൈപ്പാണ്. പിന്നെ ഇത് ഷീൽഡാണ്, ബ്രസ്റ്റ് ഷീൽഡ്. ഇതുപോലത്തെ ഒരു ബ്രസ്റ്റ് ഷീൽഡാണ് ഇതിൽ മാനുവലിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതുപോലെയല്ല ഈ ഒരു ഇത്. പിന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ട് ഒരു വാൾവ് ഉണ്ട്. ഇതൊക്കെ ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇതിൽ ഓരോ സാധനം എന്തെങ്കിലും ഒന്ന് കളഞ്ഞു പോയാൽ ആ ഒരു മെത്തേഡിൽ പാല് പമ്പ് ചെയ്ത് കിട്ടൂല. അവിടെ ഇരിക്കാമോ? ഓ മൈ ഗോഡ്, നേരത്തെ ഉള്ളതിൻ്റെ പാർട്സാണ്. ഈ ലവ് ലാപ്പിൻ്റെ അതിൽ ഇങ്ങനെ ഒരു സാധനം വരും. ഇതാണ് ലൂസായി പോണത് ഞാൻ പറഞ്ഞത്. ലൂസായി പോണത് കൊണ്ട് നമുക്ക് നേരെ പമ്പ് ചെയ്ത് പറ്റൂല എന്ന് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കാത്തത്. പിന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന 2 സാധനം ഇത് എക്സ്ട്രാ നമുക്ക് തന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉള്ളത് ഇവൻ എവിടെയോ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അമ്മ തരാം. ഇത് സ്റ്റോപ്പറാണ്. സ്റ്റോപ്പറും ഇത് പിടി. സ്റ്റോപ്പറും അവിടെ ഒന്നും വയ്ക്കരുത്. ഇതാ ഒന്ന് പറന്നുപോയി. ഇത് ഡസ്റ്റ് ക്യാപ്പ്. യൂസ് ചെയ്ത് വെച്ചിരുന്ന് തണ്ട പൊടി പിടിച്ച്.
ഇത് ഡസ്റ്റ് ക്യാപ്പാണ്. ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ പറയാം. ഇവിടെ വയ്ക്ക്, ഇവിടെ വയ്ക്ക്. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞു കൊടുക്കണ്ടേ, പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഓ ABCD. ഈ ഒരു ഇത് കണ്ടല്ലോ, കളക്ടർ വന്നിട്ട് അത് ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ. ആ സ്ക്വയർ ഷേപ്പ് ഇതും കൂടെ ഇങ്ങനെ ക്ലോസ്ഡ് ആവണം. ഇതിപ്പോൾ രണ്ടും കൂടെ ക്ലോസ്ഡ് ആയി. അതൊക്കെ അവിടെ വയ്ക്ക്. ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇതിങ്ങനെ അടച്ചു വയ്ക്കാം നമുക്ക്. അതായത് ഇതിങ്ങനെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡസ്റ്റ് ക്യാപ്പ് ഇതിൻ്റെ മുകളിലാണ് വയ്ക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ മോട്ടറും ഈ ഒരു കളക്ടറും ആയിട്ടുള്ള ഒരു ഇത് മീഡിയേറ്റർ പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് ഈ മോട്ടർ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കും. UV വെച്ചോ, അത് വെച്ചോ കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു ലുക്ക് വരുന്നത്. അത് എടുക്കണോ? അത് എടുക്കാൻ പറ്റില്ല മക്കളെ, അത് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ചോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക് കേട്ടോ. ഇത് നമ്മളിങ്ങനെ അകത്ത് കളക്ട് ചെയ്യുന്നു, പാല് വന്നിട്ട് ഇത് ആകുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇതാണ് കണക്റ്റിംഗ് മെത്തേഡ്. അടുത്ത ഈ മോട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം. വെച്ചോ. അങ്ങ് പോകാമോ? ഇപ്പോൾ UV പിടിച്ച് വാങ്ങിക്കും. ഇത് ഓൺ ചെയ്തിട്ട് ഇതിൽ ഭൂതമുണ്ട് കേട്ടോ. അമ്മ ഇപ്പോൾ കാണിച്ചു തരാം. ഭൂതം പുറത്ത് വരും, നോക്കിയോ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തീർന്ന ഇത് ഓണാവുന്നില്ല. യൂസ് ചെയ്യാതെ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്താ UV? ഇതൊന്ന് തൊട്ടാലേ അത് ഓണാവുന്നതായിരുന്നു. ഇത് M എന്ന് പറയുന്നത് മോഡാണ്, പ്ലസ് മൈനസ്. ഇതാണ് പവർ ബട്ടൺ. ഓണാവണില്ല എന്ന്. അത് ചാർജ് ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാം. എങ്ങനെയാണ് സമയമില്ല UV. എങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാം. ഇപ്പോൾ ഡെയിലി ഞാനൊരു 3-4 ടൈംസ് പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ഈവൻ ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് കുടിക്കാത്തത് കൊണ്ടാണ് എനിക്കിത് പമ്പ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ബോട്ടിലാക്കേണ്ടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ 3-4 പ്രാവശ്യം നമ്മൾ പമ്പ് ചെയ്യേണ്ടി വരുമല്ലോ. സോ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് തന്നെ. കുട്ടികളൊക്കെ ഉള്ളവർ വീഡിയോ എടുക്കണവർ സമ്മതിക്കണം. ഇതാണ് അവസ്ഥ. UV വെച്ചോ. ഏതൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്യാറെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഐറ്റം ഈ മിൽക്ക് കളക്ട് ചെയ്യുന്നതും ഈ ഒരു ബ്രസ്റ്റ് ഷീൽഡുമാണ്. പിന്നെ നമ്മുടെ സൈസിനനുസരിച്ച് ഇത് തന്നിട്ടുണ്ട്. ഇതിനകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഇതില്ലാതെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. മോട്ടറിൻ്റെ സൈഡിലുള്ളതൊന്നും വെള്ളം നനയ്ക്കാൻ പാടില്ല. 4 ടൈംസ് എങ്കിലും യൂസ് ചെയ്യാറുണ്ട്. ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും കഴുകി വയ്ക്കും. ഒരു പ്രാവശ്യം ഡെയിലി എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യും. ഈ ബോക്സിനകത്തെല്ലാം ഇടാമോ? നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഈ ഒരു കപ്പ് ഡസ്റ്റ് ക്യാപ്പ്, ഈ ഒരു ഡസ്റ്റ് ക്യാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നേരെ സക്ക് ചെയ്യൂല. തന്നെ ഈ ഒരു സ്റ്റോപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ സ്റ്റോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലിൽ പാല് കളക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ സ്റ്റോപ്പർ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഹോള് പാല് കളക്ട് ചെയ്തതിന് ശേഷം മോട്ടർ മാറ്റിയിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പ് വഴിയാണ് പാല് കളക്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുണി തിരികെയെങ്കിലും വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കളക്ട് ചെയ്യുമ്പോൾ ഇതുവഴി എല്ലാം പാല് പോകും, കളയും. ഇനി ആ മോട്ടർ ഒന്ന് ചാർജ് ആയാലേ എനിക്ക് ബാക്കി പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ബാക്കി വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. ഇങ്ങനെ കെയർ ചെയ്താൽ മതി ഈ സംഭവം. കാരണം നമ്മൾ എപ്പോഴും കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ
സ്മെല്ലും ഇതൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞിന് ഏറ്റവും ചെറിയ പ്രായത്തിൽ യൂസ് ചെയ്യുന്നതല്ലേ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നല്ല രീതിയിൽ എപ്പോഴും ക്ലീൻ ചെയ്ത് വയ്ക്കണം. മോട്ടോർ ചാർജ് ചെയ്യുന്നത് ഒരു പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്താൽ തന്നെ മതിയാവും. 2-3 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള ചാർജ് ഉണ്ട്. ഒരു 3 കട്ട ചാർജ് നിൽക്കും. അത് ജസ്റ്റ് ഒന്ന് ചാർജ് ആയിട്ടേ ഉള്ളൂ. ഞാൻ ഓൺ ചെയ്ത് കാപ്പിച്ച്. ഇത് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പ്രവർത്തിക്കുന്ന സൗണ്ട്. അപ്പോൾ മോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ മോഡ്സിൽ ഫസ്റ്റ് മോഡെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റിമുലേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. അടുത്ത് ഒരിക്കൽ കൂടെ മോഡ് പ്രസ് ചെയ്ത എക്സ്പ്രഷൻ മോഡാണിത്. കണ്ടല്ലോ, കേൾക്കാമല്ലോ. ഇത് തേർഡ് മോഡ് മിക്സഡ് മോഡ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം ഇതൊന്ന് കാണിച്ചു തരട്ടെ. കാരണം ഈ പവർ എപ്പോഴും നിൽക്കാൻ, കാരണം ഒരു ബട്ടണേ ഉള്ളൂ. അടുത്ത് ഇത് പ്ലസ് എന്താ വെച്ചാൽ അറിയാമല്ലോ. പ്ലസ് കൊടുക്കുമ്പോൾ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. 6, 7, 9 വരെയാണ് ഉള്ളത്. മിക്സഡ് മോഡിൻ്റെ ഡിഫറൻസ് കണ്ടോ? ടിക് 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 എന്ന് വെച്ചാൽ ബോത്ത്. മിക്സഡ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഫസ്റ്റുള്ള സ്റ്റിമുലേഷനും എക്സ്പ്രഷനും കൂടെ ചേർന്നിട്ടുള്ളത്. ഏതാണ് നല്ലതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയാം. ഇതിൻ്റെ ചാർജ് ഇപ്പോൾ തീരും, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസ് ചെയ്യണ മെത്തേഡ്. ഇത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ സ്പീഡിലിട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റിമുലേഷൻ മോഡ് ഇത് മാത്രമുള്ള മോഡ്. അപ്പോൾ അതിൽ ഒരു 2 3 4 ആയിട്ട് സ്റ്റിമുലേഷൻ മോഡ് ചെയ്തിട്ട് എപ്പോഴാണോ മിൽക്ക് വരുന്നത് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്രഷൻ മോഡിലോട്ട് മാറ്റാം. ഡയറക്റ്റായിട്ട് എക്സ്പ്രഷൻ മോഡിലോട്ട് ഇടരുത്. ഇതെല്ലാം ഈ പേപ്പർ മാനുവലിൽ തന്നെ വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ആദ്യം സ്റ്റിമുലേഷൻ മോഡ് ഇട്ടിട്ട് അടുത്ത എക്സ്പ്രഷൻ മോഡിലോട്ട് മാറ്റാം. ബെറ്റർ ആയിട്ടുള്ളത് മിക്സഡ് മോഡാണ്. കാരണം എക്സ്പ്രഷൻ മോഡ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ പെയിൻ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ച് ഒരു എന്താണ് കഷ്ടപ്പെടുത്തുന്ന ഒരു ടൈപ്പാണ്. ഇതിൽ മിൽക്കുണ്ട്, പാലുണ്ട്. അത് നമ്മൾ പമ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് സമയക്കുറവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലത് എക്സ്പ്രഷൻ മോഡാണ്. അപ്പോൾ സ്റ്റിമുലേഷൻ മോഡ് ജസ്റ്റ് ഈ പാല് കുടിക്കുന്ന ആ ഒരു സ്പീഡിലേ വരുള്ളൂ. കുഞ്ഞു പാല് കുടിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റിമുലേഷൻ മോഡ്, ആദ്യത്തെ മോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ബെറ്റർ ആയിട്ടുള്ളതാണ്. പക്ഷെ അത് യൂസ് ചെയ്ത് പാല് പമ്പ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല സമയം എടുക്കും. ആയിട്ടുള്ളത് മിക്സഡ് മോഡ് ആകുമ്പം കൂടുതൽ നമുക്ക് പെയിൻ ആവുകയില്ല, എന്ന് പമ്പ് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ബോത്തിലിട്ട് ചെയ്യണതാണ് നല്ലത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് മിക്സഡ് മോഡിൽ തന്നെ. അത് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചുള്ള സ്പീഡ് സെറ്റ് ചെയ്താൽ മതി. സ്പീഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് അത് യൂസ് ചെയ്യേണ്ട മോഡൽ. ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈസിയാണ്. ഇതായതുകൊണ്ട് ടച്ച് ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടച്ച് ആയതുകൊണ്ടുള്ള പ്രശ്നം, ട്രാവൽ ചെയ്യുമ്പോൾ ഇതിനെ കൊണ്ടുപോകാം. ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ഇവനെ കൊണ്ട് പുറത്ത് ട്രിപ്പൊക്കെ പോയപ്പം ഇത് പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറിൽ വെച്ചിട്ടൊക്കെ പമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോകാനൊക്കെ ഈസി ആണെങ്കിലും ബാഗിൽ ഇട്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ടച്ചായ ഇത് കിടന്ന് പ്രവർത്തിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടുള്ളത്. പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചായാൽ മതി, അത് അവിടെ കിടന്ന് ഇതായിരിക്കും, ഓണായിട്ട് കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അത് നമ്മൾ അത് കെയർഫുള്ളായിട്ട് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഇതുവരെ പ്രശ്നമില്ല. ബട്ട് ഇപ്പോൾ ട്രെയിനായി പോയതായിരിക്കും. കുറേ നാളായി ഞാനിത് എടുത്ത് നോക്കിയിട്ട്. ഇപ്പോൾ ചാർജ് ചെയ്തപ്പോൾ ഒരു കട്ടയായിട്ടുണ്ട്. റോബോസൺ ആണ് ബ്രാൻഡ്. വേറെയും ബ്രാൻഡ്സ് ആമസോണിലുണ്ടായിരുന്നു. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കുറച്ചുകൂടെ റേറ്റ് 7000 റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊരു റീസണബിൾ റേറ്റിന് റിവ്യൂസ് നല്ലതായിട്ടുള്ളത് നോക്കിയാണ് അന്ന് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത് 3000-4000 അകത്തായിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ മതി, അയച്ചു തരാം. അല്ലെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്താലും മതി. ഇതിൻ്റെ 8 മാസം വരെ ഒരു പ്രോബ്ലം ഇല്ലാതെ
പമ്പ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്ന തന്നെയാണ് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്ത് കണ്ടോ, എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ടച്ച് ആയതേ ഉള്ളൂ. ഇത് ഓണായി കിടക്കുകയാണ്. ഏത് മോഡാണ്? സ്റ്റിമുലേഷൻ മോഡാണ്. ഇത് എക്സ്പ്രഷൻ മോഡ്. 9ലാണ് കിടക്കണം സ്പീഡ്, മിക്സഡ് മോഡിൻ്റെ. എന്നിട്ട് ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.